ഇപ്പൊ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് പോണെന്ന് സാറിന്റെ ഓരോ കാര്യങ്ങൾ. അച്ഛാ അച്ഛൻ എങ്ങോട്ട് പോകുന്നേ? ഞാൻ ഒന്ന് ഓഫീസ് വരെ പോണു മോളെ. ഈ സമയത്ത് അച്ഛൻ വന്നിരിക്കുമ്പോഴാ? അച്ഛമ്മ വന്നിരിക്കുന്നത്. പക്ഷെ രാംകുമാർ സാർ ഇപ്പൊ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്തോന്ന് അച്ഛാ? അച്ഛൻ രാംകുമാർ സാറാണോ അച്ഛമ്മയാണോ വലുത്? ശരി, വലുത് അച്ഛമ്മ തന്നെ. പക്ഷെ ഈ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ജോലിയാണ് മുഖ്യം. മനസ്സിലായ? അതൊക്കെ അച്ഛമ്മയ്ക്ക് അറിയാം. ഞാൻ പറഞ്ഞോളാം. അച്ഛാ ഒന്ന് ഫോൺ വിളിച്ചാ പോരെ സാറിനെ? സാറല്ലേ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അത്യാവശ്യം പറഞ്ഞ മനസ്സിലാവൂലേ? മോളെ കുഴപ്പമില്ല, അച്ഛൻ പെട്ടെന്ന് വരാം. നിങ്ങൾ അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ല അച്ഛാ, അമ്മയുടെ അടുക്കളയില്. അതെ അച്ഛാ, അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ പറയാന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ. പക്ഷെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് സംഭവം? വല്ലോ എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ കണ്ടുപിടിക്കും നമ്മളത്? പോയിട്ടപ്പോ ചിന്നൂന്റെ അടുത്ത് വരും. ചിലപ്പോ അവൾക്ക് അറിയായിരിക്കും. ഞാൻ പോയിട്ട് ഉടനെ വരും. സാറിന് ഒരു ഫയലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് അതെടുത്ത് കൊടുത്തിട്ട് അതും കൊടുത്തിട്ട് ചിലപ്പോൾ സാറിന്റെ കൂടെ ഒന്ന് ഇൻസ്പെക്ഷൻ ഒന്ന് പോകണം. എന്നാലും ഒരു മണിക്കൂർ 2 മണിക്കൂറുള്ളിൽ വരും. പെട്ടെന്ന് വാ, അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ. ഉടനെ വന്നാലേ അച്ഛമ്മ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. നിങ്ങൾ അച്ഛമ്മയുടെ കാര്യമൊക്കെ നോക്ക് കേട്ടോ. അച്ഛൻ പോയിട്ട് വരട്ടോ. എന്റെ പേന എവിടെ? അവിടെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അച്ഛമ്മയുണ്ട്. ഇന്നെങ്കിലും വഴക്ക് കൂടല്ലേ, കുറച്ച് സ്നേഹമായിട്ട് ഇരിക്കണം കേട്ടോ. ചങ്കും കരളും എനിക്കറിയാം. അല്ലേ, എന്റെ ചങ്കത്താണല്ലോ കൊള്ളുന്നത്. മണി എടി, അപ്പച്ചി എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞത് എന്തായിരിക്കും? ഫോണ്. എനിക്കതാണ് മനസ്സിലാകാത്തത്. എന്നിട്ട് വിളിച്ചോടെ വരികയും ചെയ്തു അച്ഛമ്മേരൂടെ. എന്തോ കൊനഷ്ടമുണ്ട്. എന്തോ ഉണ്ടടേ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല. അതുപോലെ എന്തോ അച്ഛമ്മ എന്ത് കാര്യം പറയാനായിരിക്കും? എന്തോ ആയിരിക്കും. എന്തോ നമുക്ക് അപ്പച്ചിയുടെ പയ്യെ ചോദിച്ചാലോ? പറയൂ, ചോദിച്ചു നോക്കാലോ. സോപ്പിട അതേ നടക്കും. മണി, ഓ ഭയങ്കര മഴയാണല്ലോ മണി. വർഷം മൊത്തം മഴ എന്നുള്ള അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എടീ, അമ്മ എവിടെ? അമ്മ അവിടെ പിള്ളേരെ കൂടെ ഇരിക്കുന്നു. അമ്മ വല്ലതും പറഞ്ഞോ? എന്റെ അടുത്ത് പറയുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തല്ലേ പറയുന്നു പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞില്ല. ചിന്നുവിനെ അറിയായിരിക്കും. നീ ഒരു കാര്യം ചെയ്യൂ, ചിന്നുവിനെ പതുക്കെ സോപ്പിട്ട് അവിടുത്തെ കാര്യം ചോദിച്ചോക്കാം. എന്താ ഒന്നും പറഞ്ഞില്ല അമ്മ. സാർ അവിടെ വെയിറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ കോട്ടുണ്ടല്ലോ വണ്ടിയിൽ. കോട്ട് വേണ്ട, ഇനിയിപ്പോ ഞാൻ പെട്ടെന്ന് പോകാൻ നോക്കട്ടെ. മഴയാണെങ്കിൽ ഒതുക്കി നിർത്തണം കേട്ടോ, ഓടിക്കല്ലേ. ഇല്ലേ പറ്റുള്ളൂ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.